ഇപ്പൊ സാൻഡ്ര ഇപ്പൊ ഇതില് ഹീറോയിൻ ആണ്, അതിനപ്പുറം ഒരു ഡോക്ടറും കൂടെയാണ് BDS അല്ലെ. അതെ. അപ്പൊ എങ്ങനെ തോന്നുന്നു അത് ആ ഒരു ലൈഫും ഹാൻഡിൽ ചെയ്യണം, ഇനിയിപ്പൊ ഇനി കരിയറിലോട്ട് ഇത് നോക്കും ഇതും നോക്കണം, എങ്ങനെ? BDS പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഹെക്റ്റിക് തന്നെ ആയിരുന്നു. പഠിത്തത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് കുറച്ച് മാറി തന്നെ നിന്നത്. പിന്നെ ഇപ്പോൾ ഇന്റേൺഷിപ്പ് ഒക്കെ ആയപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്. കുഞ്ഞിലെ നമ്മളത് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് കാണുമല്ലോ. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ വീട്ടുകാർ എന്തായാലും സപ്പോർട്ടായിരുന്നു രണ്ടുപേരും. നീ നോക്കിയോ, ട്രൈ ചെയ്തോ. അപ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ ഈ ഫിലിമിൻ്റെ ടോക്ക് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് പ്രസാദ് സാറിനെ റിയാലിറ്റി ഷോയിൽ പുള്ളിയാണ് ഞാൻ സീരിയൽസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വിളിച്ചിട്ടുണ്ട്, അങ്ങനെ പരിചയമുണ്ട്. പുള്ളി കറക്റ്റ് ടൈമാണ് പറഞ്ഞു ഇങ്ങനെ ഒരു ടോക്ക് നടക്കുന്നുണ്ട്, കാസ്റ്റിംഗ് ആയിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽസ് അയച്ചു, അപ്പത്തേനും തന്നെ വിളിച്ചു, ഓക്കെ ആയി. അപ്പൊ ഞാൻ ഇനി ഇതിപ്പോ ഞാൻ ഈവനിങ്സാ ക്ലിനിക്കിൽ പോകുന്നത്. ഡോക്ടർ അത്യാവശ്യം എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആളും കൂടിയാണ് ക്ലിനിക്കിലെ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ലീവൊക്കെ തരും ആവശ്യത്തിന് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ രണ്ടും കൂടെ കുറച്ച് പാടാണ് കൊണ്ടുപോകാൻ. പക്ഷെ എനിക്ക് രണ്ടും കൂടെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചതാണല്ലോ, അതും കളയാൻ പറ്റില്ല. അത് പ്രൊഫഷൻ വൈസ് നോക്കണം. ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ്. കുഞ്ഞിലെ ഞാൻ ചെയ്യുന്നതും കൂടെ കൊണ്ട് പാഷനായിട്ട് ഇതും രണ്ടും കൂടെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഇപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ പാരന്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യും, പക്ഷെ ഈ കരിയറിൽ കൂടെ നിൽക്കുന്ന ഒരാളും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുന്ന വലിയൊരു കാര്യമാണ്. ഡോക്ടറിന് നല്ല അരവിന്ദ് ഡോക്ടർ എന്നാണ് ഡോക്ടറിന്റെ പേര്. ട്രിവാൻഡ്രത്ത് തന്നെയാ ക്ലിനിക്കൊക്കെ. പുള്ളിയും പറയും നീ രണ്ടും കൂടെ കൊണ്ടുപോയാൽ മതി, അതായത് വിട്ട് കളയണ്ട, നീ കുഞ്ഞിലെ ഡാൻസ് ചെയ്യുന്നതല്ലേ, ആ കഴിവും കളയണ്ട, പക്ഷെ ഇതും വിടരുത്, രണ്ടും കൂടെ പോകണം. നല്ല സപ്പോർട്ടിങ് ആണ് ഡോക്ടർ. ഇപ്പൊ പൊതുവെ പറയാറുണ്ട്, നമ്മളിപ്പോ മൂവി ഇൻഡസ്ട്രി യൂഷ്വലി നോക്കുവാണെങ്കിൽ പെൺകുട്ടി എന്ന് പറയുമ്പോ തന്നെ എല്ലാ പാരന്റ്സിനും ടെൻഷനാണ്. അപ്പൊ ഈ ഒരു മൂവിയിൽ നോക്കുമ്പോൾ നമുക്ക് അവിടെ ആയിട്ട് ഈ ഒരു ഇഷ്യൂസും പറഞ്ഞു പോകണുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇപ്പൊ മൂവി ഇൻഡസ്ട്രീസ് ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടെ റിസ്ക് ഫാക്ടർ ആണെന്ന് എല്ലാരും പറയുന്നിട്ടുണ്ട്. അപ്പൊ അതിനും വിട്ട് പാരന്റ്സും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് വരുവാണ്. അപ്പൊ അത്രയും ഓക്കെ ആയിരുന്നു? പേടി ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനത്തെ പേടി മുമ്പേ കുറച്ച് കുറവാണ്. കാരണം ഇപ്പോ അമ്മയും ഡാഡിയാണ് അതിൽ ഏറ്റവും വലിയ ഞാൻ എടുത്തു പറയേണ്ട ഫാക്ട്. അവരിപ്പോ എന്തുണ്ടെങ്കിലും എന്നോട് പറയും നീ ധൈര്യമായിട്ട് പോയി ചെയ്യും, നമ്മളില്ലേ കൂടെ, നമ്മൾ കൂടെ വരുമല്ലേ, എന്തുണ്ടെങ്കിലും നമുക്ക് അപ്പൊ നോക്കാം എന്ന് പറയും. അപ്പൊ ഇങ്ങനത്തെ ഇത് നമുക്കിപ്പോ ഈ ഫീൽഡിൽ അതുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതിപ്പോ അടിയുണ്ടാക്കാതെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഞാൻ. അപ്പൊ അവരോട് അങ്ങനെ ചെയ്യുന്നവരുള്ളതുകൊണ്ടാണല്ലോ അവരത് ചോദിക്കുന്നത്, ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഓക്കെ അങ്ങനെ ചെയ്യുന്നവര് കാണും, ബട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിന്നാല് വലിയ പ്രശ്നം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ജെന്യുവൻ ആയിട്ടുള്ളത് കിട്ടും നമുക്ക്, കിട്ടാനുള്ളതാണെങ്കിൽ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെഞ്ഞാറമ്മൂട് കേസായിട്ട് റിലേറ്റഡ് ആയി ഒരു അവിടെ ആ കഥ പറഞ്ഞു പോകുന്നു. അതൊന്നും പോരാണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഡ്രഗ്സ് എല്ലാം പറഞ്ഞു. ഇപ്പൊ മൊത്തത്തിൽ സിനിമ നോക്കുകയാണെങ്കിൽ അത് പലതും പറയാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ടോപ്പിക്സിന് ഡിസ്കസ് ചെയ്യണം, എന്താണ് പറയാനുള്ളത്? ഒരു യങ്സ്റ്റർ എന്ന നിലയിൽ എന്താ പറയാനുള്ളത്? ഓക്കെ, ഇപ്പോൾ നമ്മൾ പത്രത്തിലാണെങ്കിലും അല്ലാണ്ട് ഈ ന്യൂസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ അതിലോട്ട് അധികം ഇൻവോൾവ് ആവില്ലല്ലോ. ഇങ്ങനെ സംഭവിച്ചില്ലേ, നമ്മുടെ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്, അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുള്ളത്. ഇതില് ഒരു കോമഡി എലമെന്റും ആക്ഷനും അതിന്റെ പുറമേ തന്നെ എല്ലാം ഒരു ഫാമിലിക്ക് കണ്ട് അതിൽ നിന്നൊരു മെസ്സേജും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫിലിം എടുത്തിരിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ പ്രിവ്യൂ ഷോ ഒന്നും കണ്ടില്ല. എന്റെ ക്യാരക്ടറും മൊത്തത്തിൽ ഞാൻ കണ്ട ഷൂട്ട് വെച്ചിട്ട്, പിന്നെ അത് മാക്സിമം നമ്മൾ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അഭിനയത്തിലൂടെ. ഇപ്പൊ ഡയറക്ടർ സാറൊക്കെ പറഞ്ഞത് വെച്ചിട്ട് മാക്സിമം നമ്മളത് കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഡ്രഗിന്റെ യൂസേജ് കാരണം ഈ കുട്ടികൾ വഴിതെറ്റി പോകുന്നൊക്കെയാണ് ഇതിന്റെ മെസ്സേജ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതൊരു എന്റർടൈൻമെന്റിലൂടെ തന്നെ ഈ ഒരു ടോപ്പിക്, ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ഫിലിം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ നല്ലതായിട്ടാണ് തോന്നുന്നത്. അത് കാണുന്നവർക്ക് ആ ഒരു മെസ്സേജ് കിട്ടിയാൽ നല്ലതാണല്ലോ.